മറന്നുപോയോ? കൊറോണയ്ക്ക് എത്ര ആളാ പേടിച്ചിട്ട് മരിച്ചു പോയത്. എന്തായിരുന്നു അല്ലേ? വല്ലാത്തൊരു കാലം. ആരാ പച്ചയായ മനുഷ്യൻ, ആരെയാണ് പൈസയെ സ്നേഹിക്കുന്നത് എന്നൊക്കെ തിരിച്ചു തരാൻ അള്ളാഹു ഉണ്ടാക്കിയൊരു പണിയായിരുന്നു അത്. സ്വന്തം ഉടപ്പുറപ്പിനെ വീട്ടിലേക്ക് കയറ്റിയിട്ടില്ല, സ്വന്തം ഭർത്താവിനെ. അല്ലെ, എത്ര ആൾക്കാർ, എത്ര കഥ ഉണ്ടങ്ങനെ. ഇങ്ങോട്ട് വരണ്ടോ, ജലദോഷം പിടിച്ചതാ, പേടിപ്പിച്ചിട്ടേ. എന്താണെങ്കിലും മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിച്ചൂടെ, നിങ്ങൾ ഇങ്ങോട്ട് വരിൻ എന്ന് പറയേണ്ട പെണ്ണ് പറയാ, എന്റെ പരിസരത്ത് വരലിട്ടോ, എന്നിട്ട് നായക്ക് ഭക്ഷണം കൊടുക്കണ പോലെ എത്തിച്ചു കൊടുക്കുക. അത് കാണാതിരിക്കാൻ കർട്ടട്ടൊക്കെ കണ്ടിട്ടെങ്ങാനും കൊറോണ വന്നാലോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു ആ ഒരു മഹാദുരന്തത്തിൽ മരിച്ചുപോയ നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരങ്ങൾ, വല്യപ്പമാർ, ഉപ്പമാർ, ചെറുപ്പക്കാർ, അല്ലാഹു നീ അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ പടച്ചവനെ, സ്വർഗം കൊടുക്കണേ റബ്ബേ, സ്വർഗം കൊടുക്കണേ പടച്ചവനെ. ഹക്കും ബാത്തിലും അല്ലാഹു വേർതിരിക്കുന്ന ചില രീതികളുണ്ട്. ജീവിതത്തിലേക്ക് അങ്ങനെ തിരിച്ചു വരുമ്പോ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും. ചില ആക്സിഡന്റുകൾ അങ്ങനെയാ, വണ്ടി മറിഞ്ഞ് 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 ആ വാഹനം ടോട്ടൽ ലോസ് ആയിരിക്കും, വണ്ടി ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷെ എന്റെ ഉള്ളിൽ ആള് ഒരു കുഴപ്പമില്ലാണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. മരണത്തിൽ നിന്ന്, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോലെ പോകുന്നത് പോലെയല്ലേ അത്. ചില ആളുകൾക്ക് അതായിരിക്കും ജീവിതത്തിലേക്ക് തിരിച്ച്. ഇനിക്ക് നിസ്കരിക്കണം. വീട്ടിലെ ഉമ്മയോ വാപ്പയോ മരിച്ചത് മുതൽ നിസ്കാരം തുടങ്ങുന്ന എത്ര ആൾക്കാരുണ്ടെന്ന്, അതുവരെ നിസ്കരിക്കൂല, യാസീൻ ഓതിയിട്ടുണ്ടാവില്ല, ഉമ്മാക്കുപ്പാക്ക് വേണ്ടി ഒരു നന്മ ചെയ്തിട്ടുണ്ടാവില്ല. ആ വീട്ടിലൊരു മരണം നടക്കുമ്പോ അപ്പ എഴുന്നേൽക്കും, പടച്ചവനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലേ, ഇതെനിക്കും വരുമല്ലേ, ഞാനും മരിക്കുമല്ലേ, എന്നാ എനിക്ക് നന്നാവണം.